ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Aachi scookworld. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓണപ്പായസമായിട്ടാണ്. ബീട്രൂട്ട് പായസം, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പായസം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബീട്രൂട്ട് പായസം തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് ബീട്രൂട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ബീട്രൂട്ട്, ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് വേകാൻ ആവശ്യമുള്ള ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്കിത് വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്കിനി പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം നമ്മളിതിന് ആവശ്യം 1.5 കപ്പ് തന്നെ വെള്ളം എടുക്കണം. ഇനി ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേവിച്ച ബീട്രൂട്ടും അതേപോലെ ആ വെള്ളവും 2 സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ആ ബീട്രൂട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ച ആ ബീട്രൂട്ടിൻ്റെ വെള്ളം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ആദ്യം ചവ്വരി ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ചവ്വരിയിലേക്ക് ആ ബീട്രൂട്ടിൻ്റെ കളർ കിട്ടും. ഒരു നല്ലൊരു റെഡ് കളർ ചവ്വരിയെ പിടിക്കുകയും ചെയ്യും. ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. നല്ല ഗ്ലാസ് പോലെ ആകണം. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഈ ബീട്രൂട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം അതും നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, എൻ്റെ ചവ്വരി ഏകദേശം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അതൊന്ന് കുറുകി വരികയും ചെയ്യും. ആ വെള്ളം നല്ല രീതിയിൽ കണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വെള്ളം അളന്ന് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പശുവും പാല് ഞാൻ ഒരിക്കലും തണുത്ത പാല് ചേർത്ത് കൊടുക്കരുത്. ഞാനിത് തിളപ്പിച്ച് ആറിയ പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചെടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല കളറുണ്ടല്ലേ കാണാൻ. പക്ഷേ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ഒന്ന് കുറയും കേട്ടോ. അപ്പോൾ ഇത് പാലൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ, തിളച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കളറൊന്ന് കുറഞ്ഞു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നേരത്തെ തന്നെ ആഡ് ചെയ്ത പോലെ തന്നെ അത്രയും നല്ല കളർ ഇതിലിപ്പോൾ കിട്ടും. അപ്പം ആ അരച്ച് വെച്ച ബീട്രൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് പായസം എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തില്ലെന്ന്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കത്തൊന്നുമില്ല. നോർമൽ നല്ല പായസം, നല്ല നോർമലായിട്ടുള്ള പായസത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ കാണുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കളർ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ്, കണ്ടൻസ്ഡ് മിൽക്ക്. പഞ്ചസാര മതിയെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഏലക്കപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദേ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം, ബീട്രൂട്ട് പായസം. കളറും കാണാൻ എന്താ ഭംഗിയല്ലേ, നല്ല രസമുള്ള കളറ്. അപ്പം തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഈ ഒരു വെറൈറ്റി പായസം നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത് തയ്യാറാക്കേണ്ട വിധവും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആച്ചി scookworld ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.